So guys, welcome back to the live stream. So എന്തായാലും നമുക്കിപ്പോൾ സോൺ ഗ്ലിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സാംബാബ തൊട്ടിട്ട് നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ സൈഡിൽ കൂടെ പോകുന്നൊരു ഫ്ലൈറ്റ് പാത്തിലാണ് നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നമ്മുടെ ടീമൊക്കെ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടീം നമ്പർ 8 നമ്മുടെ DFS ടീമാണ്, ടീം നമ്പർ 9 നമ്മുടെ ബ്ലൈൻഡ് ടീമാണ്, ടീം നമ്പർ 10 നമ്മുടെ നോട്ട് ടീമാണ്, ടീം നമ്പർ 11 JSR ആണ്, ടീം നമ്പർ 12 FX ആണ്, ടീം നമ്പർ 13 TOG ആണ്, ടീം നമ്പർ 14 DR ആണ്, ടീം നമ്പർ 15 ബ്ലഡ്സ് ആണ്, ടീം നമ്പർ 16 റുക്സ് ആണ്, ടീം നമ്പർ 17 റീകോയിലാണ്, ടീം നമ്പർ 18 FNOR ആണ്, ടീം നമ്പർ 19 ഇഗ്നൈറ്റും, ടീം നമ്പർ 20 GTR, ടീം നമ്പർ 21 ഫ്യൂരിയും, അതുപോലെ തന്നെ ടീം നമ്പർ 22 ആക്ച്വലി ടീം നമ്പർ 21 4C3 ആണ്, ടീം നമ്പർ 22 ഫ്യൂരിയും, അതുപോലെ തന്നെ ടീം നമ്പർ 23 നമ്മുടെ എയ്റസ് ടീമാണ്. സോ എന്തായാലും പ്ലേയേഴ്സൊക്കെ ചാടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ ഗ്രൂപ്പ് എയുടെ ഫൈനൽ മാച്ച് ആയിരിക്കും ഇന്നത്തെ ഈ മാച്ച്. ഫുട്ബോൾ സ്പോർട്സ് മലയാളം ബ്രോ, വെൽക്കം ടു സ്ട്രീം. മെസ്സേജ് അയച്ച മച്ചന്മാരൊക്കെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് വെൽക്കം ഓൾ ടു സ്ട്രീം. ചെറിയൊരു ടെൻഷനിലായിരുന്നു, സോണിൻ്റെ ഗ്ലിച്ചൊക്കെ വന്നിട്ട് പുതിയ റൂം തുടങ്ങാനൊക്കെ ഉള്ള ചെറിയ ടെൻഷനിലായിരുന്നു. നമ്മൾ നോക്കിയത് GSR ടീമിനാണ്. JSR ടീമൊക്കെ JSR ടീമാണ് ആക്ച്വലി, സോറി. സോ JSR ടീമൊക്കെ ഇറങ്ങുന്നുണ്ട്. JSRൻ്റെ ഒരു പ്ലെയർ ഇറങ്ങുന്നുണ്ട്, ഒറ്റയ്ക്കാണ് ഇറങ്ങുന്നത്. പുള്ളി എന്തായാലും മാറിയാണ് ഇറങ്ങുന്നത്. സൗണ്ട് ഇല്ല, സൗണ്ട് വരും ജിഫ്രി. ഒരു മിനിറ്റത്തെ ഒരു ഡിലേ ഉണ്ട്. എന്തായാലും ഇഗ്നൈറ്റ് ടീമിൻ്റെ അടുത്ത് തന്നെ ഇഗ്നൈറ്റ് ടീം ഇറങ്ങുന്നുണ്ട്. അവരുടെ അടുത്ത് തന്നെ റുക്സ് ടീമും അതുപോലെ തന്നെ FX ടീമൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഇഗ്നൈറ്റ് ടീമിലേക്ക് വിട്ടുതരാം. ഇഗ്നൈറ്റിൻ്റെ പ്ലേയേഴ്സൊക്കെ ഇവിടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മുടെ FXൻ്റെ പ്ലേയേഴ്സാണ്. സോ എന്തായാലും ചെറിയൊരു മൂവ്മെൻറ്റിൻ്റെ ബഗ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. സോ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പോകാം. സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. ബ്രോ ഒരു മിനിറ്റത്തെ ഒരു ഡിലേ ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സൗണ്ട് വരത്തുള്ളൂ. സോ ഞാൻ ഒരു മിനിറ്റ് നേരത്തെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി അത് സൗണ്ട് വരാൻ കുറച്ച് ലേറ്റ് ആകും. എന്നാൽ ടീം നമ്പർ 11 വേഴ്സസ് ടീം നമ്പർ 12 അടക്കാൻ സാധിക്കും. ടീം നമ്പർ 11 ആക്ച്വലി അവിടെ ഇറങ്ങുന്നതേ ഉള്ളൂ. ടീം നമ്പർ 12 ആണ് അടുത്തിരിക്കുന്നത്. ടീം നമ്പർ 12 നമ്മുടെ FX ടീമാണ്. FX ആണെങ്കിൽ മമ്മൂട്ടി, ലീ മുഹമ്മദ്, VSOP ആണ്. സോ അതിൽ JSRൻ്റെ 3 പ്ലേയേഴ്സാണ് ഇറങ്ങുന്നത്. JSR ശിവ, ഹെഡ് ഔട്ട്, അതുപോലെ നമ്മുടെ JSRൻ്റെ വെജറ്റ 3 പ്ലേയേഴ്സാണ് ആക്ച്വലി ഇവിടെ ഇറങ്ങി. ഒരു പ്ലെയർ മാറിയായിട്ട് നമ്മുടെ ബ്ലഡ്സിൻ്റെ ഒരു പ്ലെയറിൻ്റെ അടുത്തായിട്ട് നിൽപ്പുണ്ട്. അതായത് ബ്ലഡ്സിൻ്റെ പ്ലെയർ അങ്ങോട്ടാണ് കയറി ചെല്ലുന്നത്. ടീം നമ്പർ 11 ഒരു പ്ലെയർ അവിടെ ആക്ച്വലി ഇവിടെ നിൽപ്പുണ്ട്. വിപുലാണ് നിൽക്കുന്നത്. വിപുലിന് നമ്മുടെ ബ്ലഡ്സിൻ്റെ ആ പ്ലെയറിൻ്റെ കില്ല് കിട്ടുമോ, അതോ ബ്ലഡ്സിൻ്റെ ആ പ്ലെയറിന് വിപുലിൻ്റെ കില്ല് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കണം. എന്തായാലും DFSൻ്റെ വീക്ക് കൊടുത്തിടിച്ചു. FNOറിൻ്റെ ക്രിസ്റ്റോഫിനെ അവിടെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും DFSൻ്റെ ഇവിടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും DFSൻ്റെ അടുത്തേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും FNOR വേഴ്സസ് DFS നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടികൾ നടക്കുന്ന തോവാർ ഏരിയയിലാണ്. എന്തായാലും FNOR ആണെങ്കിൽ ഒരു പ്ലെയർ നോക്കായിട്ട് കിടക്കുകയാണ്. സോ എന്തായാലും FNOR നോക്കായിട്ട് കിടക്കുന്നത് നമ്മുടെ ക്രിസ്റ്റോഫാണ്. സോ ക്രിസ്റ്റോഫിനെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് FNOറിൻ്റെ ബാക്കി പ്ലേയേഴ്സൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. സോ എന്തായാലും FNOറിൻ്റെ പ്ലേസ് കയറി ചെല്ലുന്നത്. DFSൻ്റെ പ്ലേസ് കയറി അടിക്കുന്നുണ്ട്. സോ എന്തായാലും FNOറിൻ്റെ ജോസൊക്കെ ഇവിടെ കവറിലാണ്. DFSൻ്റെ കയറി അടിക്കുന്ന നമ്മുടെ ഡോക്ടറാണ്. സോ എന്തായാലും ഡോക്ടർ കയറി ചെല്ലുന്നുണ്ട് ആക്ച്വലി. സോ എന്തായാലും ഡോക്ടർ ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് DFSൻ്റെ ഡോക്ടറിനെയാണ്. സോ എന്തായാലും ഡോക്ടർ ഇവിടെ നിന്നിട്ട് പ്ലേയേഴ്സിനൊക്കെ നോക്കുന്നുണ്ട്. മിസ്റ്റർ സൈക്കോ, അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പ്ലെയറും FNOറിൻ്റെ പ്ലേയേഴ്സൊക്കെയാണ് അവിടെ നിൽക്കുന്നത്, ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ആക്ച്വലി. സോ എന്തായാലും FNOറിൻ്റെ 4 പ്ലേയേഴ്സാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ DFSൻ്റെ 4 പ്ലേയേഴ്സാണ്. എന്തായാലും DFSൻ്റെ പ്ലേയേഴ്സ് ഹിപ്പി അടിച്ചു. FNOറിൻ്റെ ആലക്സിനെ അവിടെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും FNOറിന് 2 പ്ലേയേഴ്സേ ഉള്ളൂ ആക്ച്വലി. അത് നമ്മുടെ ക്രിസ്റ്റോഫും, അത് ക്രിസ്റ്റോഫ് അല്ല ആക്ച്വലി. സോ മിസ്റ്റർ സൈക്കോയും അതുപോലെ തന്നെ നമ്മുടെ ജോസുമാണ്. എന്തായാലും ജോസിൻ്റെ ഒരു ഊസി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ മിസ്റ്റർ സൈക്കോയുടെ കയ്യിലാണെങ്കിൽ ഒരു ഷോട്ട് ഗണ്ണുമാണ് നിൽക്കുന്നത്. എന്തായാലും DFSൻ്റെ ടീം മേളിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇവിടെ എന്നിട്ട് ജോസ് അടിക്കാൻ നോക്കുന്നുണ്ട്. ജോസിൻ്റെ ഇരിക്കുന്ന ഊസിയുടെ ബുള്ളറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് പുള്ളി അടിക്കാൻ നോക്കുന്നത്. സൗണ്ട് വന്നു. ഓക്കെ, DFSൻ്റെ വിക്ക് അടിച്ചു. മിസ്റ്റർ സൈക്കോ അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്ലെയർ മാത്രം FNOർ ജോസ് മാത്രം. DFSൻ്റെ 4 പ്ലേയേഴ്സ് സ്റ്റിൽ സ്റ്റാൻഡിങ് തന്നെ ഇപ്പോൾ ഉണ്ട്. സോ എന്തായാലും ജോസിന് മടികൾ വരുന്നുണ്ട്. ജോസ് ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. FNOറിനൊരു ബാഡ് ലക്ക് പോലെയാണ്. എന്തായാലും ഡോക്ടർ ബാക്ക് ചെയ്തടിച്ചു. ഡോക്ടറല്ല, വിക്ക് അടിച്ചു. വിക്ക് കംപ്ലീറ്റ്ലി ആക്ച്വലി ഡോക്ടറാണെന്ന് തോന്നുന്നു. അതെ വിക്കാണ് അടിച്ചത്. വിക്ക് ജോസിനെ തീർത്തു. കംപ്ലീറ്റ്ലി DFS ടീം FNOR ടീമിനെ അവിടെ കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഒരു ലാൻഡിങ്ങിന് ഒരു പ്രശ്നമായിരുന്നു അവിടെ പറ്റിയിരുന്നത്. എന്തായാലും നമ്മുടെ ഇഗ്നൈറ്റ് ടീം സ്റ്റിൽ നമ്മുടെ ഈ ഏരിയ നിൽപ്പുണ്ട്. നമ്മുടെ ക്രിച്ചാസ് ഏരിയ നിൽപ്പുണ്ട്. അവർക്കും കുഴപ്പമൊന്നുമില്ലാണ്. അതേസമയം നമ്മുടെ GTR ടീം ആണെങ്കിൽ സ്പ്ലിറ്റാണ് നിൽക്കുന്നത്. ബ്ലഡ്സിൻ്റെ റോഗ് ഒറ്റ പ്ലെയറായിട്ട് മാറി നിൽപ്പുണ്ട്. സോ എന്തായാലും പുള്ളി ഇവിടെ മാറി വന്ന് ലൂട്ട് എടുത്തുകൊണ്ട് ഗാംബ്ലർ ബ്രോ, വെൽക്കം ടു സ്ട്രീം. ബ്ലൈൻഡിലേക്കൊന്ന് പോകണം. ബ്ലൈൻഡിൻ്റെ പ്ലേസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ബ്ലൈൻഡിലേക്കൊന്ന് പോയിട്ട് വരാം. ബ്ലൈൻഡിൻ്റെ പ്ലേസ് നിൽക്കുന്നത് നമ്മുടെ മോഡ്രോ ആക്ച്വലി വോൾവന ഏരിയയിലാണ്. സോ മാറിപ്പോയതാണ് ഞാൻ പറഞ്ഞത്. സോ എന്തായാലും ബ്ലൈൻഡിൻ്റെ പ്ലേസിൻ്റെ അടുത്തേക്കുന്ന എയ്റസിൻ്റെ പ്ലേസാണ്. സോ എയ്റസിന് 4 പ്ലേസ്, 2 പ്ലേസ് വൈനറി ഏരിയയിലും 2 പ്ലേസ് കുറച്ച് മാറിയുമാണ് നിൽക്കുന്നത്. സോ എന്തായാലും TOG എടുത്തേക്കാണ് നമ്മുടെ എയ്റസിൻ്റെ പ്ലേസ് കയറി ചെല്ലുന്നത് തോന്നുന്നുണ്ട്. എന്നാലും വൈനറിയിലേക്കാണ് നമ്മുടെ എയ്റസിൻ്റെ സാംസൺ കയറി ചെല്ലുന്നത്. അതേസമയത്ത് വൈനറി സെറ്റ് അടിക്കുകയാണ് നമ്മുടെ TOGയുടെ 4 പ്ലേസ്. സോ BNX ഗെയിമിംഗ് ബ്രോ, വെൽക്കം ടു സ്ട്രീം. റിതു ബ്രോ, വെൽക്കം ടു സ്ട്രീം. എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എയ്റസ് ടീമിനെയാണ്. എയ്റസ് വേഴ്സസ് ടീം നമ്പർ 13 ആണ്. ടീം നമ്പർ 13 നമ്മുടെ TOG ആണ്. TOGക്ക് ആണെങ്കിൽ 4 പ്ലേസ് സ്റ്റാൻഡിങ് തന്നെ നിൽപ്പുണ്ട്. സോ എന്തായാലും പുള്ളിയുടെ കയ്യിലാണെങ്കിൽ ഒരു ഷോട്ട് ഗണ്ണും അതുപോലെ തന്നെ ഒരു AKM ആണ് ഇരിക്കുന്നത്. എന്തായാലും 2 പ്ലേസാണ് ഇവിടെ ഉള്ളത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന 4 പ്ലേസാണ് DFSന് ആക്ച്വലി TOGക്ക്. സോ എന്തായാലും കുഴപ്പമില്ലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും അടികളൊന്നും പൊട്ടുന്നില്ല. ആക്ച്വലി റൂക്ക് ടീം വേഴ്സസ്
ഫ്യൂരിയുടെ നടക്കാൻ സാധ്യതയുണ്ട്. ഫ്യൂരിയുടെ പ്ലേസ് ഇവിടേക്ക് ആക്ച്വലി 4C3 ആണ്. ഫ്യൂരി എന്ന ഫസ്റ്റ് പ്ലെയറിൻ്റെ പേര് കണ്ടുകൊണ്ടാണ് ഞാൻ മാറി വായിക്കുന്നത്, ക്ഷമിക്കണം. സോ എന്തായാലും ഫ്യൂരിയുടെ പ്ലേസ് ഇവിടെ ഇപ്പോൾ എന്തായാലും ഇവിടെ ഒരു പ്ലെയർ ആക്ച്വലി നമ്മുടെ 4C3യുടെ പ്ലെയർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. 4C3 ആണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഇതിട്ടേന്ന് തോന്നുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു ഫ്ലെയർ ഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അല്ല 4C3 അല്ല ആക്ച്വലി ഫ്ലെയർ ഡ്രോപ്പ് ഇട്ടേക്കുന്നത്, എനിക്ക് തോന്നുന്നു FX ടീമിൻ്റെ ഇവിടെയാണ്. അവരുടെ അടുത്ത് തന്നെ നോട്ട് ടീമിൽ നിൽപ്പുണ്ട്. എന്തായാലും നോട്ട് ടീമാണ് അവിടെ ഫ്ലെയർ അടിച്ചിട്ടുള്ളത്. എന്നാലും നോട്ടിന് ഒരു പ്ലെയർ അവിടെ മാറി നിൽപ്പുണ്ട്. നോട്ടിൻ്റെ ഒരു പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ നോട്ടിൻ്റെ വിക്സൺ ആണ്. സോ വിക്സൺ ഇവിടെ നിൽപ്പുണ്ട്. വിക്സൺ അടുത്തേക്കാണ് നമ്മുടെ FXൻ്റെ പ്ലേസ് കയറി വരുന്നത്. ടീം നമ്പർ 21 ബ്രോ എന്ന് പറയുന്നുണ്ട്. ടീം നമ്പർ 21 സ്പെക്ക് ചെയ്യാം ബ്രോ. ടീം നമ്പർ 21 4C3 ആണ് സ്പെക്ക് ചെയ്ത് ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് മാറിയതുള്ളൂ ബ്രോ, കുഴപ്പമില്ലാതാണ് ഇരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ ചാനൽ പുതിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാം. സോ എന്തായാലും നമ്മുടെ ARS ടീം TOG അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. പക്ഷേ ഇതുവരെ അടികളൊന്നും പൊട്ടിയിട്ടില്ല. നമ്മുടെ ആകെ തീർന്നിട്ടുള്ള നമ്മുടെ F0ൻ്റെ പ്ലേയേഴ്സാണ് ആക്ച്വലി അവിടെ തീർന്നിട്ടുള്ളത്. സോ എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും DFSൻ്റെ അടുത്ത് വീണ്ടും അടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. DFSൻ്റെ അവിടെ ഒരു മിസ് ഫയർ ആണോ എന്ന് അറിഞ്ഞൂടെ. ആക്ച്വലി അതൊരു മിസ് ഫയർ ആണ്. തോമാർ ഇതിലാണ് നമ്മുടെ TFS ടീം വയ്ക്കുന്നത്. ആക്ച്വലി അതൊരു മിസ് ഫയർ ആണ്. എന്തായാലും നമ്മുടെ FX വേഴ്സസ് ടീം നമ്പർ 10 നടക്കാൻ സാധ്യതയുണ്ട്. FXൻ്റെ പ്ലേയേഴ്സ് ടീം നമ്പർ 10ൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. സോ ടീം നമ്പർ 10ൻ്റെ പ്ലേയേഴ്സ് ആക്ച്വലി അവിടെ ഫ്ലെയർ അടിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ FXൻ്റെ VSOPയുടെ അടി വന്നു. സോ എന്തായാലും മുഹമ്മദിന് അടി വന്നു. മുഹമ്മദ് ഇവിടെ കവർ എടുത്തു. എന്തായാലും ലിൽ പ്രോ അടിച്ചു. ഒരു പ്ലെയറിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ലിൽ പ്രോ ആണ് നമ്മുടെ VSOP ആണ് നോക്ക് ചെയ്തേക്കുന്നത്. തിരിച്ചും അടികൾ വരുന്നുണ്ട്. സോ എന്തായാലും നോട്ടിൻ്റെ പ്ലേയേഴ്സ് കയറി ചെല്ലുന്നുണ്ട്. എന്തായാലും ഒരു G360 അതൊരു 4X ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ നോട്ടിൻ്റെ പ്ലേയേഴ്സ് നിൽക്കുന്നത് ആക്ച്വലി. സോ എന്തായാലും നമ്മുടെ നോട്ടിൻ്റെ പ്ലേയേഴ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് നമ്മുടെ FXൻ്റെ പ്ലേയേഴ്സാണ്. FXനാണെങ്കിൽ 3 പ്ലേയേഴ്സ് ഒരു പ്ലെയർ നോക്കാണ്. സോ എന്തായാലും പുള്ളി അവിടെ റിവൈവ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും നമ്മുടെ VSOP റിവൈവ് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. സോ എന്തായാലും VSOP റിവൈവ് ചെയ്യാനായിട്ട് മുഹമ്മദ് വന്നിട്ടുണ്ട്. എന്തായാലും VSOPയുടെ റിവൈവ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഹൈ അഡ്വാൻറ്റേജിക്ക് നമ്മുടെ നോട്ടിൻ്റെ ടീമാണ്. സോ നോട്ടിൻ്റെ 4 പ്ലേയേഴ്സ് തന്നെയാണ് നിൽക്കുന്നത്. നോട്ടിന് വിക്സൺ ലിൽ പ്രോ അതുപോലെ തന്നെ നോട്ടിൻ്റെ സോളോ അതുപോലെ നോട്ടിൻ്റെ സ്പെക്ടർ അടങ്ങുന്ന 4 പ്ലേയേഴ്സാണ് നിൽക്കുന്നത്. സോ റൈറ്റിൽ കൂടെ ഒരു പ്ലെയർ ഫ്ലാങ്ക് ചെയ്ത് പോയി അടിക്കുന്നുണ്ട്. സോ വീണ്ടും അടിക്കാൻ നോക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഹെൽത്ത് വളരെ കുറവാണ്. എന്തായാലും മമ്മൂട്ടിയുടെ ഹെൽത്ത് 1 HP ആക്കിയിട്ടുണ്ട് നമ്മുടെ നോട്ടിൻ്റെ പ്ലേയേഴ്സ്. എന്തായാലും മമ്മൂട്ടിയുടെ ബാക്കി വന്നിരുന്നിട്ട് കവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും മുഹമ്മദൊക്കെ ഇവിടെ ഒരു അരബിത്തിയുടെയൊക്കെ താഴെ വന്ന് കവർ എടുത്തിരിക്കുക നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സ്മോക്ക് ഇട്ട് അവർ അകത്ത് കയറാനുള്ള പ്ലാൻ തോന്നുന്നു. ഫ്യൂരി സ്പെക്ക് ചെയ്യാൻ പറഞ്ഞു ബ്രോ. ഫ്യൂരി കുഴപ്പമില്ലാതാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഫ്യൂരിക്ക് സീനൊന്നുമില്ല. അതിൽ വണ്ടി എടുത്ത് പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. സോ എന്തായാലും മമ്മൂട്ടി വണ്ടി കയറിയിട്ടുണ്ട്. ബാക്കി പ്ലേസ് വണ്ടി കണ്ടത് വണ്ടി അടിച്ചു. വണ്ടി എൻ്റെ പൊന്നി എന്തടി അടിക്കുന്നത്. വണ്ടിയുടെ ഹെൽത്ത് ഒരു രക്ഷയില്ലാതാണ് കുറച്ചിട്ടുള്ളത്. സോ എന്തായാലും നമ്മുടെ FX ടീം ബാക്ക് വലിഞ്ഞ് പോകാനുള്ള പ്ലാനിങ് ആണ്. കാരണം അവർ ഫൈറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. അവർ ബാക്ക് വലിഞ്ഞ് പോയിട്ടുണ്ട് ആക്ച്വലി. എന്തായാലും ബ്രൂക്സിൻ്റെ ഒരു പ്ലെയർ നമ്മുടെ DFSൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. അവിടെ അടുത്തൊരു ഡ്രോപ്പും വന്ന് കിടപ്പുണ്ട്. ഡ്രോപ്പ് എടുക്കാണ്ടെന്ന് എന്തായാലും ബ്രൂക്കിൻ്റെ സുഡു OP ആണ് നിൽക്കുന്നത്. സോ എന്തായാലും പുള്ളി ഇവർക്ക് നമ്മുടെ റോക്സ് ടീമിന് സർവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും അവർ സർവൈവ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. സോ എന്തായാലും ടീം നമ്പർ 12 വേഴ്സസ് ആയിരിക്കും. ടീം നമ്പർ 12 വേഴ്സസ് ടീം നമ്പർ 16 ആണ്. എന്തായാലും VSOP ഇവിടെ നോട്ടിന് വിക്സൺ അടിച്ച് നോക്ക് ചെയ്തു. സോ എന്തായാലും വിക്സൺ അവിടെ കില്ലും എടുക്കുന്നതായിരിക്കും. എന്തായാലും 2Xൻ്റെ അകത്തുള്ളൊരു അടി മാസ്മരിക അടികളാണ് പുള്ളി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സോ എന്തായാലും കില്ലെടുക്കാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. എന്തായാലും പുള്ളി സ്റ്റിൽ നോക്കായിട്ട് എടുക്കേണ്ട. അതുകൊണ്ട് പുള്ളിയുടെ കില്ല് ആക്ച്വലി അവിടെ കൺഫേം ആയിട്ടുണ്ട്. FXന് ഇനിയുമുള്ളത് 3 പ്ലേയേഴ്സാണ്. മമ്മൂട്ടി, മുഹമ്മദ് അതുപോലെ തന്നെ ലീ അടങ്ങുന്ന 3 പ്ലേയേഴ്സേ അവർക്കുള്ളൂ. സോ എന്നാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോട്ടിൻ്റെ പ്ലേയേഴ്സിനാണ്. നോട്ടിന് വിക്സൺ ഉണ്ട്. എന്തായാലും വിക്സൺ ഇവിടെ നിന്നിട്ട് മമ്മൂട്ടിയെ നോക്കുന്നുണ്ട്. ഷിജിൻ ചിലമശ്ശേരി ടീം നമ്പർ 22 ഫ്യൂരി എന്ന് പറയുന്നത് സ്പിയർ ഇഗ്നൈറ്റിനെ GTRൻ്റെ 5C അടിച്ച് അവിടെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും GTRൻ്റെ അവിടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മമ്മൂട്ടി ഇവിടെ അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കില്ല് എടുക്കുന്നതായിരിക്കും. എന്തായാലും ഇഗ്നൈറ്റിൻ്റെ പ്ലെയർ തിരിച്ച് GTRനെ അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഫൈറ്റ് മിസ് ചെയ്യാനൊക്കെ പറ്റില്ല. ആ ഫൈറ്റിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ടീം നമ്പർ 20 വേഴ്സസ് ഇഗ്നൈറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇഗ്നൈറ്റ് GTRൻ്റെ ഹാർഡിനെ അവിടെ കൺഫേം ആക്കിയിട്ടുണ്ട് ഇഗ്നൈറ്റ് ടീം. സോ എന്തായാലും GTRൻ്റെ ബാക്കി പ്ലേയേഴ്സ് കയറി ചെല്ലുന്നുണ്ട്. അതായത് സോ ഇഗ്നൈറ്റിനാണെങ്കിൽ ഒരു പ്ലെയർ ഇവിടെ തീർത്തിട്ടുണ്ട്. സ്പിയർ നോക്കായിട്ട് എടുക്കുകയാണ്. ഷാഡോ കയറി ചെല്ലുന്നതേ ഉള്ളൂ ആക്ച്വലി. അവിടെ സ്പിയറിൻ്റെ കില്ല് ആക്ച്വലി അവർ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഉള്ളത് നമ്മുടെ ഗ്ലിസ്സാണ്. ഗ്ലിസിൻ്റെ അടുത്തേക്ക് ആക്ച്വലി ഡെവറസാണ്. ഡെവറസിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഡെവറസിൻ്റെ 2 പ്ലേസാണ് പുഷ് ചെയ്യുന്നത്. സോ എന്തായാലും GTRൻ്റെ 2 പ്ലേസ് വരുന്നു. ഡെവറസിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. ഡെവറസിൻ്റെ കില്ല് ആക്ച്വലി അവിടെ എടുത്തിട്ടുണ്ട്. ഗ്ലിസും അതുപോലെ തന്നെ ഷാഡോയും ബാക്കിലാണ്. സോ എന്തായാലും ഷാഡോ ഇവിടെ അടിച്ച് ഒരു പ്ലെയറിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ലക്കിയാണ് അവിടെ നോക്ക് ചെയ്തേക്കുന്നത് തോന്നുന്നു. സോ എന്തായാലും നമുക്ക് നോക്കേണ്ടതുണ്ട്. ആക്ച്വലി 5C ആണോ? അതെ, ലക്കിയാണ് നോക്കായിട്ടുള്ളത്. ലക്കിയുടെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇഗ്നൈറ്റിന് ഒരു പ്ലെയർ നഷ്ടമായിട്ടുണ്ട്. 2 പ്ലേയേഴ്സ് നഷ്ടമായിട്ടുണ്ട്. ഷാഡോയും അതുപോലെ തന്നെ ഗ്ലിസും മാത്രമേ ഉള്ളൂ. ഫ്യൂരിയസ് പെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്രോസ് ഫ്യൂരിയസ് പെക്ക് ചെയ്യാം. ഫ്യൂരി കുഴപ്പമില്ല. അബേ ഏരിയയിലാണ് ബ്രോ നിൽക്കുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് സ്പെക്ക് ചെയ്യാത്തത്. സോ എന്തായാലും ടീം നമ്പർ JSR ടീമിൻ്റെ അവിടെ JSR അവിടെ കിടന്ന് അടിച്ചു. വണ്ടി പൊട്ടി അവർ തീർന്നിട്ടുണ്ട്. JSR
എന്ത് പറ്റിയാണെന്ന് ഒരു പിടുത്തവുമില്ല. അവർ സ്വന്തം വണ്ടിയിലാണ് ഇടിച്ച് പൊട്ടുന്നതായിട്ട് കണ്ടത്. എനിക്കൊന്ന് അടിച്ച് പദം വരുത്തിയിട്ടുണ്ടായിരുന്നു നോട്ട് ടീം. സോ എന്നാലും നോട്ടിൻ്റെ പ്ലേസ് ജയസാറിൻ്റെ ബാക്കി 2 പ്ലേസിനെ കാണുന്നുണ്ട് ഇവിടെ. ജയസാറിൻ്റെ 2 പ്ലേസോടെ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെജറ്റ് അതുപോലെ തന്നെ വിപുലാണെങ്കിലും വിപുലിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. നോട്ടിൻ്റെ വിക്സണിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ്റെ വിക്സൺ അവിടെ നിന്നിട്ടാണ് പുള്ളിയാണ് കൂടുതൽ കില്ല് എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. സോ വിക്സൺ ഒരു കില്ലും അതുപോലെ തന്നെ നമ്മുടെ നോട്ടിൻ്റെ സോളോയ്ക്കുമാണ് ഓരോരോ കില്ല് വെച്ചുള്ളത്. എന്തായാലും അവർ കുഴപ്പമില്ലാതാണ് നിൽക്കുന്നത്. കിഷോർ യു ഹാവ് 6 പോയിൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും DFSൻ്റെ അടുത്ത് അടികൾ കാണിക്കാണ്ട് സാധ്യതയുണ്ട്. നമ്പർ 1 അവിടെ അടുത്തിപ്പോൾ റുക്കിൻ്റെ സുഡു ആണ് ഇവിടെ വന്ന് കിടക്കുന്നത്. എന്തായാലും DFS ടീമാണ് ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. DFSൻ്റെ പ്ലേയേഴ്സ് കയറി വന്നാൽ ഒരു പക്ഷേ അടിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും DFSൻ്റെ പ്ലേയേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും DFSൻ്റെ പ്ലേയേഴ്സ് കയറി വന്നാൽ ഒരു പക്ഷേ അടിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും സുഡു ഇവിടെ കവറിലാണ്. സോ എന്തായാലും സുഡു ഇവിടുന്ന് കയറി ചെല്ലാനുള്ള പ്ലാനിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സുഡുവിൻ്റെ അടുത്ത് തന്നെയാണ് DFSൻ്റെ 4 പ്ലേയേഴ്സ് കയറി വന്നിരിക്കുന്നത്. സോ DFSനാണെങ്കിൽ ഡോക്ടറും DFSൻ്റെ വിക്കും ഹിപ്പിയും അതുപോലെ ക്രിസുമാണുള്ളത്. എന്തായാലും സോ എന്തായാലും ഒരു ഗ്രാനേഡ് വന്ന് വീണു. അത് സുഡുവിന് റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. സോ എന്തായാലും സുഡു ഇവിടുന്ന് ക്രിസിനെ കണ്ടിട്ടുണ്ട് ആക്ച്വലി. സോ ക്രിസിനെ ഒരു G3 വെച്ച് അടിക്കാൻ നോക്കുന്നുണ്ട്. സോ ക്രിസ് തിരിച്ചും അടിക്കാൻ നോക്കുന്നുണ്ട്. ക്രിസിൻ്റെ ഹെൽത്ത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് സുഡുവിന്. സോ എന്തായാലും ഡോക്ടറും അതുപോലുള്ള ബാക്കി പ്ലേസും കയറി വന്ന് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഒരു ഗ്രാനേഡ് ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാനേഡ് വന്ന് വീണാൽ പക്ഷേ സുഡുവിന് റിസൾട്ട് ഉണ്ടാക്കുമായിരിക്കും. സോ എന്തായാലും സുഡു ഇവിടെ സ്റ്റെയറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. എന്തായാലും റുക്കിനെ ഗണേഷ് അടിച്ചു. എഫക്സിൻ്റെ ലീയെ ഇവിടെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ എഫക്സിന് ഇനിയും ഒരു പ്ലെയറൂടെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റുക്സ് വേഴ്സസ് DFS ആണ്. എന്തായാലും DFSൻ്റെ പ്ലേയേഴ്സ് കയറി വന്നവർ അടിച്ച് മോനെ ഒരു നല്ലൊരു പോരാട്ടമായിരുന്നു അത് എന്ന് പറയാൻ പറ്റും. കാരണം പുള്ളി അവിടെ ക്യാൻ പൊട്ടിച്ചാണ് അവിടെ 2 പ്ലേയേഴ്സിനെ നോക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. സോ എന്തായാലും ഒരു പ്ലെയറിനെ കില്ല് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. എന്തായാലും കിട്ടിയ കില്ല് DFSൻ്റെ വിക്കിൻ്റെയാണ്. എന്തായാലും ബാക്കിയുള്ള പ്ലേയേഴ്സിനോട് റിവൈവ് ചെയ്യുന്ന സമയത്ത് പോയി അടിക്കാനുള്ള പ്ലാനിങ് ആണെന്ന് തോന്നുന്നു നമ്മുടെ റുക്കിൻ്റെ സുഡുവിന്. സോ എന്തായാലും നല്ലൊരു അഡ്വാൻറ്റേജിലായിരുന്നു പുള്ളി നിന്നിട്ട്. എന്തായാലും ക്രിസ് അവിടെ ചെന്ന് ഡോക്ടറിനെ റിവൈവ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഇവിടെ ഒരു റിവൈവിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഹിപ്പിയുടെ റിവൈവിങ് കഴിഞ്ഞിട്ടുണ്ട്. ഹിപ്പിയുടെ ഹെൽത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തായാലും പുള്ളി ഇവിടെ മേളിൽ തന്നെ നിൽക്കുകയാണ്. സോ എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സുഡുവിനെയാണ്. എന്തായാലും ഇവിടെ റിവൈവിങ് ഡോക്ടറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഹെൽത്ത് എടുത്ത് കയറി വരുന്നതായിരിക്കും. സോ എന്തായാലും വീണ്ടും മോൾട്ടോൾ വാരി ഇടാൻ നോക്കുന്നുണ്ട്. നമ്മുടെ സുഡു താഴെ ചാടിയിട്ടുണ്ട്. സോ എന്തായാലും സുഡു വെളിയിലിറങ്ങി വന്നിട്ടുണ്ട്. സോ എന്തായാലും DFS ടീം അറിഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും DFSൻ്റെ ഹിപ്പി അടിക്കാൻ നോക്കുന്നുണ്ട്. ഹിപ്പി തിരിച്ചു എക്സ്പ്ലെയിൻ ബ്ലൈൻഡ് അടിച്ച് ഫ്യൂരിയുടെ ജാങ്കോ അടിച്ച് നോക്ക് ചെയ്തു കില്ലും എടുത്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ഇവിടെ ഈ പ്ലെയർ അവിടെ തീർന്നിട്ടുണ്ട്. സുഡു അവിടെ DFSന് തീരുന്നുണ്ട്. സോ എന്തായാലും ഫ്യൂരി വേഴ്സസ് ബ്ലൈൻഡ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. നിക്ക് അടിച്ചു ഫ്യൂരിയുടെ ടോക്സിക്കിനെ ഇവിടെ നോക്ക് ചെയ്തു. ഒരു പ്ലെയറോട് അവർക്ക് ഇനി അവർക്ക് 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. വിഷ്ണുവും അതുപോലെ നിക്കോ ആണല്ലോ. എന്തായാലും വിഷ്ണുവിനെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു ഇവിടെ അടിക്കാൻ നോക്കുന്നുണ്ട്. നിക്കോയെ അവർക്ക് നോക്കാണ്. ഒറ്റ പ്ലെയർ മാത്രം അത് നമ്മുടെ വിഷ്ണുവാണ്. വിഷ്ണു കൊടുത്തിട്ട് നൈസായിട്ട് നിക്കിനെ എക്സ്പ്ലെയിനെ നോക്കി ചെയ്തു. സോ എന്തായാലും ബാക്കി നല്ല കവറിംഗ് ആണ് നമ്മുടെ ബാക്കി പ്ലേയേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു പ്ലെയറിൻ്റെ കില്ലെങ്കിലും എടുക്കാൻ പറ്റിയത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. എന്തായാലും തിരിച്ചു പഠിക്കാൻ നോക്കുന്നുണ്ട്. സായ്ക്കോ കയറി വന്ന് അടിച്ചു. സായ്ക്കോ തീർത്തിട്ടുണ്ട്. സോ ബ്ലൈൻഡ് സായ്ക്കോ ഫ്യൂരി വിഷ്ണുവിനെ തീർത്തിട്ടുണ്ട്. എന്തായാലും ബ്ലൈൻഡ് ടീം കംപ്ലീറ്റ്ലി ഫ്യൂരി ടീമിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്രിസും അതുപോലെ തന്നെ DFSനാണെങ്കിൽ ഇനിയുള്ളത് 3 പ്ലേയേഴ്സേ ഉള്ളൂ. ആക്ച്വലി നമ്മുടെ റീകോയിൽ ടീം അവിടെ നിൽക്കുന്നതാണെന്ന് ശ്രമിക്കുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ DFSനാണെങ്കിൽ 3 പ്ലേയേഴ്സേ ഉള്ളൂ. ഹിപ്പി ക്രിസ് അതുപോലെ തന്നെ ഡോക്ടറാണ്. എന്തായാലും വിക്കിനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. 4C3 എന്ന് പറയുന്നുണ്ട്. ബ്രോ 4C3 സ്പെക്ടേറ്റ് ചെയ്യാമേ. എഫക്സിനാണെങ്കിൽ മുഹമ്മദ് സൈഡ് പിടിച്ചാണ് നിൽക്കുന്നത്. സോ മോവാട്ടർ ഏരിയയിലാണ് ബ്രോ നമ്മുടെ ഇവർ നിൽക്കുന്നത്. നമ്മുടെ ടീം നമ്പർ 21 നിൽക്കുന്നത്. എന്തായാലും അവർ കുഴപ്പമില്ലാതാണ് നിൽക്കുന്നത്. എന്തായാലും അവരെ ഒന്ന് സ്പെക്ടേറ്റ് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക്. സോ ടീം നമ്പർ 21 നമ്മുടെ 4C3 ടീമാണ്. അവർക്ക് 4 പ്ലേയേഴ്സ് ഉണ്ട്. അതിലൊരു ഫ്ലെയർ ഡ്രോപ്പൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ 4C3 ടീം നിൽക്കുന്നത്. ആക്ച്വലി നമ്മുടെ മോട്ടർ ഏരിയയിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും 4C3ക്ക് 4 പ്ലേയേഴ്സ് ആണുള്ളത്. നോട്ട് റെട്രോ അതുപോലെ തന്നെ സ്വാറ്റ് കാറ്റ്സ് അതുപോലെ തന്നെ ഫയർ സ്റ്റോം അതുപോലെ തന്നെ അസാസിലടക്കം 4 പ്ലേയേഴ്സാണ് അവർക്കുള്ള. അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാതാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവരുടെ കാര്യം പുഷൊന്നും വന്നിട്ടില്ല. അതേസമയത്ത് നമ്മുടെ ടീം നമ്പർ 70 റീകോയിൽ വേഴ്സസ് DR അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും DRയുടെ പ്ലേയേഴ്സ് കുറച്ച് അകലെ മാറിയായിട്ട് നിൽപ്പുണ്ട്. എന്തായാലും ഇവിടെ ഒരു ഫയർ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ DRൻ്റെ പ്ലേയേഴ്സും മാറിയാണ് നിൽക്കുന്നത്. ഒരു വീടിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ എന്തായാലും നമ്മുടെ GTR വേഴ്സസ് ഇഗ്നൈറ്റ് അടക്കാൻ സാധ്യതയുണ്ട്. ഇഗ്നൈറ്റ് ആണെങ്കിൽ ആക്ച്വലി 2 പ്ലേയേഴ്സ് നഷ്ടമായിട്ടുണ്ട്. ഇഗ്നൈറ്റ് ഡെവലസും അതുപോലെ തന്നെ സ്പീറുമാണ് നഷ്ടമായിട്ടുള്ളത്. സോ എന്തായാലും ഇനിയുള്ളത് ഷാഡോയും അതുപോലെ തന്നെ ഗ്ലിസുമാണുള്ളത്. അവർക്ക് സർവൈവിങ് ചെയ്തേ ഒക്കത്തുള്ളൂ. കാരണം കഴിഞ്ഞ കളിയിൽ അവർക്ക് മാക്സിമം പോയിൻറ്റ്സ് കില്ലിൻ്റെ പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. 2-3 കില്ലും കണ്ട് അവർ എടുത്തിട്ടുള്ളൂ. കാരണം അവർക്ക് സർവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാലും ഇഗ്നൈറ്റിന് 2 നല്ല കിടക്കാച്ചി പ്ലേയേഴ്സാണ് നിൽക്കുന്നത്. എന്തായാലും ഒരു കില്ല് എടുത്തിട്ടാണ് നമ്മുടെ ഇഗ്നൈറ്റ് ടീം നിൽക്കുന്നത്. സോ ഇഗ്നൈറ്റിന് ഷാഡോയും അതുപോലെ ഗ്ലിസ് 2 പ്ലേയേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. സോ എന്തായാലും അവർക്ക് സർവൈവ് ചെയ്യേണ്ടതുണ്ട്. RIP ഫ്യൂരി എന്ന് പറയുന്നുണ്ട്. ജിഫ്രി പോയിൻ്റ് എത്രയായെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IQ 1000 എന്ന് പറയുന്നുണ്ട്. പിന്നല്ല അത് പൊളിയായിരുന്നു ബ്രോ. നല്ലൊരു IQ ആയിരുന്നു. ബ്ലഡ്സ് പ്ലീസ് എന്ന് പറയുന്നത് ബ്ലഡ്സിനെ സ്പെക്ട് ചെയ്യാം ബ്രോ. ബ്ലഡ്സ് ഓക്കെ.
ബ്ലഡ്സിനെ സ്പെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ്സിൻ്റെ 4 പ്ലേസ് നിൽക്കി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ കുഴപ്പമൊന്നുമില്ലാണ്. ബ്ലഡ്സിനാണെങ്കിൽ ഹാർഡി, അതുപോലെ തന്നെ സ്റ്റോണർ, ആംഗ്രി, അതുപോലെ തന്നെ റോഗ് അടങ്ങുന്ന 4 പ്ലേസാണ് നിൽക്കുന്നത്. കുഴപ്പമില്ലാണ് നിൽക്കുന്നത്. സമയത്ത് ഇഗ്നേറ്റീമാണ് തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഇഗ്നേറ്റിന് 2 പ്ലേസാണുള്ളത്, ഷാഡോയും അതുപോലെ ഗ്ലിസുമാണുള്ളത്. സോ എന്തായാലും അവരും വീടിൻ്റെ ഏരിയ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർ അടുത്തെങ്കിലും ആരും കുഴപ്പമൊന്നുമില്ല. സോ ടീം നമ്പർ 70 റീകോയിലെടുത്ത് എടുത്ത് അടികൾ കാണിക്കുന്നുണ്ട്. സോ ടീം നമ്പർ 13 പ്ലെയർ അതുവഴി പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയാണെന്ന് തോന്നുന്നു അടിക്കാൻ നോക്കുന്നത്. എന്തായാലും ടീം നമ്പർ 13 പ്ലേയേഴ്സ് അടിക്കാൻ നോക്കുന്നുണ്ട്. റീകോയിലെ പ്ലേയേഴ്സാണ് റെക്കോർഡ് അടിക്കാൻ നോക്കുന്നത്. ടീം നമ്പർ 13 TOGക്കാണ്. AJക്ക് ഹെൽത്ത് കുറവാണ്. അതേസമയത്ത് അവർക്ക് ഒരു പ്ലെയറോട് അവിടെ നോക്കായിട്ട് എടുക്കേണ്ട TOGക്ക്. സോ എന്തായാലും TOGയുടെ അവസ്ഥ എന്താണ് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും TOGയുടെ അവസ്ഥയിലേക്ക് പോയിട്ട് വരാം. സോ TOGയുടെ ബസ്റ്റർ അവിടെ റിവൈവിങ് കൊടുത്തിട്ടുണ്ട് റയാൻ ലൂയിസിന്. സോ എന്തായാലും സ്മോക്ക് അടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ എന്തായാലും സ്മോക്ക് കൂടെ ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. അത് കിടന്നുകൊണ്ടാണ് പുള്ളി അടിക്കുന്നത്. റയാൻ ലൂയിസ് ഹെൽത്ത് എടുത്തിട്ടുണ്ട്. സോ അതേസമയത്ത് DR ടീം സൈഡിൽ കയറി വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ റീകോയിലിൻ്റെ പ്ലേയേഴ്സാണ് ഇവിടെ കിടന്നിട്ട് നമ്മുടെ TOGയുടെ പ്ലേയേഴ്സിന് അടിക്കാൻ നോക്കുന്നത്. അതേസമയത്ത് അവിടുന്ന് OP ഷോട്ടുകളാണ് നമ്മുടെ DR ടീം അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും TOG ടീം ഇവിടുന്ന് വണ്ടി വിട്ട് പോകാനുള്ള എന്തായാലും റിവൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വണ്ടി വിട്ട് പോകാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. എന്തായാലും പോയിസൺ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. സോ എന്തായാലും 4 പ്ലേയേഴ്സോടെ കയറി പോകാനുള്ള പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. എന്തായാലും അവർ വണ്ടി വിട്ട് പോവുകയാണ്. ഒരു പ്ലെയറെ വണ്ടിയിലുള്ളൂ. എന്തായാലും ഒരു കവറിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ഫൈറ്റ് എടുക്കാനുള്ള പ്ലാനിങ് ആണ്. എന്തായാലും റീകോയിൽ ടീം വിടുന്നില്ല. റീകോയിൽ ടീം ഇവിടെ കിടന്ന് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എന്തായാലും TOG കിട്ട് തന്നെയാണ് റീകോയിലിൻ്റെ എവേ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റീകോയിലിൻ്റെ എവയാണ്. പുള്ളിയുടെ ഒരു G3 ഒക്കെയാണ് പുള്ളി ഇവിടുന്ന് അടിക്കാൻ നോക്കുന്നത്. ടീം നമ്പർ 9 ഒരു പ്ലെയർ ഇവിടെ കയറി വരുന്നുണ്ട്. നമ്മുടെ ബ്ലൈൻഡ് ടീമാണ് ഇത് കയറി വരുന്നത്. സോ ബ്ലൈൻഡ് പ്ലേയേഴ്സ് ഇതുവരെ കയറി വന്നു. പക്ഷേ അവർ ഫൈറ്റ് എടുക്കാതെ നിൽക്കും. അതുപോലെ തന്നെ സൈക്കോ 2 പ്ലേയേഴ്സാണ്. എന്തായാലും ഒരു വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി 2 പ്ലേയേഴ്സും വേറൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. നൈറ്റ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. നൈറ്റ് അറിഞ്ഞൂടാ ബ്രോ. എന്തായാലും റീകോയിലിൻ്റെ പ്ലേയേഴ്സ് ബ്ലൈൻഡ് വണ്ടിയെ വിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും അടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ബ്ലൈൻഡ് ടീം ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടുന്ന് എവോസിനെയൊക്കെ പിക്ക് ചെയ്യുമായിരിക്കും. സോ എന്തായാലും സൈക്കോയും നിൽക്കും വണ്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. സോ എന്തായാലും നൈസായിട്ടാണ് നമ്മുടെ ബ്ലൈൻഡ് ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബ്ലൈൻഡിന് ഇപ്പം തന്നെ 4 കിൽസ് ഉണ്ട്. സോ എന്തായാലും ബ്ലൈൻഡ് ടീമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ? സോ എന്തായാലും സൈക്കോ അവിടെ കിടന്നിട്ട് എവോസിൻ്റെ വണ്ടിയിലൊക്കെ ഇടിച്ചിടിച്ച് പൊട്ടിക്കുകയാണ്. സോ എന്തായാലും ടീം നമ്പർ 70 അടുത്തേക്ക് അവർ പുഷ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ടീം നമ്പർ 70 റീകോയിലിൻ്റെ പൊസിഷൻ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഗ്ലിസ് അടിച്ചു. GTRൻ്റെ ലക്കി അവിടെ നോക്കി ചെയ്യുന്നുണ്ട്. സോ എന്തായാലും GTRന് ഒരു പ്ലെയർ അവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. ഗ്ലിസ്സാണ് ഇവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ബ്ലൈൻഡ് ടീം ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. നിക്ക് ഒറ്റയ്ക്കാണ് ഇവിടെ വന്നിറങ്ങിയത്. പക്ഷേ സൈക്കോയ്ക്ക് കൂടെ അടി വരുന്നുണ്ട്. സോ എന്തായാലും അറിയിക്കാത്ത രീതിയിൽ നൈസായിട്ട് വന്നടിച്ചു. റീകോയിലിൻ്റെ ഒരു പ്ലെയറിനെ എൻ്റെ പോലെ ഒരു നല്ലൊരു IQ ലെവൽ അടിയായിരുന്നു കേട്ടോ. വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് വണ്ടി അടിക്കാൻ ആൾ വരുമ്പോൾ അവരെ അടിക്കാൻ. സോ എന്തായാലും എവയും അടിച്ചുകൂടെ നോക്കിയത്. സോ എന്തായാലും സൈക്കോ കയറി വന്നടിച്ചു. സൈക്കോ എക്സ്പ്ലെയിൻ റീകോയിലിൻ്റെ APRനെ നോക്കിയത്. റീകോയിലിന് ഇനിയും ഒറ്റ പ്ലെയർ ആയിരുന്നു, ഡ്രോഗോ ആയിരുന്നു. സോ എന്തായാലും കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നിക്ക് ഒരു രക്ഷയില്ല. അതേസമയത്ത് സൈക്കോ അവിടെ നോക്കുകയാണ്. സൈക്കോ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും സൈക്കോ റിവൈവ് ചെയ്യും. സോ നിക്ക് അടിച്ചിട്ടാണ് അവസാനത്തെ ഡ്രോഗോടെ കില്ലും എടുത്ത്. എന്തായാലും നമ്മുടെ DR ടീം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതേസമയത്ത് ഇഗ്നൈറ്റ് ടീം വേഴ്സസ് അവിടെ അടിയിറക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇഗ്നൈറ്റിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. അതേസമയത്ത് തിരിച്ചും അവിടെ DR വേഴ്സസ് അവിടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഷാഡോയും അതുപോലെ തന്നെ. സോ എന്തായാലും സ്കൂബി DR അടിച്ചു. നിക്ക് ബ്ലൈൻഡിനെ AW ഇട്ട് അവിടെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും GTRൻ്റെ അഫ്താവിൻ്റെ അടുത്തേക്ക് ഒരു ഗ്രാനേഡ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇഗ്നൈറ്റിൻ്റെ ഗ്ലിസ്സാണ്. സോ എന്തായാലും ഗ്ലിസിൻ്റെ ഗ്രാനേഡ് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഷാഡോ അടിച്ചു. GTRൻ്റെ ലക്കി അവിടെ നോക്കി ചെയ്യുന്നുണ്ട്. എന്തായാലും ഷാഡോ കയറി പുഷ് ചെയ്യുകയാണ്. സോ ഷാഡോയെ അടിച്ചു ഇവിടെ തീർത്തിട്ടുണ്ട്. അതേസമയത്ത് ലക്കി അവിടെ നോക്കായിട്ട് കിടക്കുകയാണ്. സോ എന്തായാലും ഗ്ലിസ് ഇവിടുന്ന് പോകാനുള്ള പ്ലാനിങ് ആണ് തോന്നുന്നത്. ഗ്ലിസ് വണ്ടി വിട്ട് പോയാണെന്ന് തോന്നുന്നത്. ഗ്ലിസ് ഇവിടുന്ന് ഓടിപ്പോയിക്കൊണ്ട് ഗ്ലിസിന് അടികൾ വന്നു. സോ ഗ്ലിസിനും തീർത്തു. ബ്ലഡ്സിൻ്റെ ഹാഡിയാണ് തീർത്തത്. സോ എന്തായാലും ബ്ലഡ് ടീം അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ബ്ലൈൻഡ് ടീം വേഴ്സസ് DR അടിയിറക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അങ്ങോട്ടൂടെ പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മൾ നോക്കിയിട്ടിരിക്കുന്ന ബ്ലൈൻഡ് ടീമിനെയാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ DR ടീമാണ്. DR ടീമിനെ ഇവിടുന്ന് കയറി പുഷ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ AW ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും വണ്ടിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ DRൻ്റെ പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. AW ഇരിക്കുന്ന ആരുടെ കയ്യിലാണോ നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക്. സോ എന്തായാലും AW ഇരിക്കുന്നത് നമ്മുടെ DRൻ്റെ ലിൻസിൻ്റെ കയ്യിലാണോ? ലിൻസിൻ്റെ കയ്യിലല്ല, സ്കൂബിയുടെ കയ്യിലാണ് AW ഇരിക്കുന്നത്. എന്തായാലും എവോസിനെയൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ സ്കൂബി നിൽക്കുന്നത്. സോ എന്തായാലും കുറച്ച് കമൻറ്റ് മിസ്സായിട്ടുണ്ട്. സോ എന്തായാലും കമൻറ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ലുട്ടാബി ഗെയിമിംഗ് ബ്ലൈൻഡ് OP എന്ന് പറയുന്നുണ്ട്. പിന്നല്ല പ്ലെയർ ഇൻഫിനിറ്റി പിന്നല്ല എന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും സ്കൂബിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് നമ്മുടെ ബ്ലൈൻഡ് ടീമാണ്. കാരണം ബ്ലൈൻഡ് നല്ലൊരു പ്ലെയർ ആയിരുന്നു. കാരണം വണ്ടി കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് അവരടിക്കാൻ ഇറങ്ങി വരുമ്പോൾ കയറി അടിക്കാനുള്ളത്. അത് നിക്കിനെ കണ്ടിട്ടുണ്ട്. നിക്കിന് തിരിച്ചു അടിക്കാൻ നോക്കി. പക്ഷേ സ്കൂബി ഇവിടുന്ന് ഒരു AW ഷോട്ട് കൊടുത്തു. പക്ഷേ നിക്കിന് റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. ബ്ലൈൻഡ് OP എന്ന് പറയുന്നുണ്ട്. ലുട്ടോപ്പി ഗെയിമിംഗ് ബ്ലൈൻഡ് നിക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. പിന്നല്ല ആർക്കാണ് നിക്കിന് ഇഷ്ടമല്ലാത്തത്. സോ എന്തായാലും ബ്ലൈൻഡ് വേഴ്സസ് DR ടീമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 14 വേഴ്സസ് ടീം നമ്പർ 9 ആണ്. സോ എന്തായാലും സ്കൂബി ഇവിടെ നിന്നിട്ട് വീണ്ടും AW ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആരുമില്ല. സോ എന്തായാലും വീണ്ടും തിരിച്ചും MK ഇട്ടിട്ടാണ് നിക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. MK വേഴ്സസ് AW ആര് ജയിക്കും? സോ എന്തായാലും 4 കില്ലൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ
നിൽക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ സൈക്കോയ്ക്ക് 2 കിലോ ഉണ്ട്, നമ്മുടെ എക്സ്പൈനും 2 കിലോ ഉണ്ട്. എന്തായാലും പുള്ളി G3 ഒക്കെ മാറ്റിയിട്ടൊരു M4 ഒക്കെ ആക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഇവിടെ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലൈൻഡ് ടീം. എന്തായാലും റുക്സ് ടീം വേഴ്സസ് എഫക്സിൻ്റെ മുഹമ്മദ് ഒറ്റ പ്ലെയറാണ്. പുള്ളിയുടെ അടുത്തേക്ക് അടികൾ വരാൻ സാധ്യതയുണ്ട്. സോ അത് പുള്ളി ഇവിടുന്ന് ഒരു ഡ്രോപ്പൊക്കെ എടുത്തിട്ട് പുള്ളി മോനെ വൈറ്റ് ഗില്ലി സ്യൂട്ടൊക്കെ എടുത്തിട്ടാണ് പുള്ളി നോട്ട് ടീമിൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. എഫക്സിനാണ് ഒറ്റ പ്ലെയർ. ഹോപ്പ് ഫോർ സം മിറാക്കിൾ എന്ന് പറയുന്നുണ്ട്, ഞാൻ പോണെന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും എഫക്സിൻ്റെ ഒരു പ്ലെയർ മുഹമ്മദാണ് ഇവിടെ നിൽക്കുന്നത്. സോ എന്തായാലും ടീം നമ്പർ 16 വേഴ്സസ് അവിടെ അടികൾ തുടങ്ങിയിട്ടുണ്ട്. നമ്പർ 10 ആണ്. നമ്പർ 10 നമ്മുടെ നോട്ട് ടീമാണ്. നോട്ട് ടീം ഇവിടെ കുറേ ടീമുകളെ വൈപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ബ്രൂക്സ് ടീമാണ് ഇവിടെ വന്നിറങ്ങിയിരിക്കുന്നത്. സോ എന്തായാലും നോട്ട് ടീം അവിടെ കിടന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. നോട്ടിൻ്റെ ബ്ലേസ് കയറി പുഷ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ബ്ലൈൻഡ് ടീം ബാക്കിൽ നിന്ന് കയറി വരുന്നുണ്ട്. സോ എന്തായാലും ബ്ലൈൻഡ് വേഴ്സസ് ആണ് ഇവിടെ അടി നടന്നിരിക്കുന്നത്. ബ്ലൈൻഡ് വേഴ്സസ് റൂക്സ് വേഴ്സസ് നമ്മുടെ നോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. DR ടീമിൽ ലെഫ്റ്റിൽ നിൽപ്പുണ്ട്. സോ എന്തായാലും റുക്സിനാണെങ്കിൽ ഗണേഷ് അവിടെ നോക്കായിട്ട് എടുക്കണം. എന്തായാലും എക്സ്പെയിൻ അവിടെ അടിച്ചു. റുക്സിൻ്റെ ഡെഡി അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂബി DR അടിച്ചു കൊടുത്തിട്ട് എവോസിനെ നോക്ക് ചെയ്യുന്നുണ്ട്. സോ എന്താ സൈക്കോ അടിച്ചു റൂക്കിൻ്റെ ഡെഡി അവിടെ തീർക്കുന്നുണ്ട്. സോ എന്തായാലും റുക്സിന് നല്ല കണ്ടീഷനാണ്. സോ എന്തായാലും നോട്ടിൻ്റെ ലീപ്രോ അടിച്ച് റൂക്കിൻ്റെ അജിത്തിന് തീർത്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ്ലി അവർ നമ്മുടെ റുക്സ് ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും റുക്സ് ടീം അവിടെ തീർത്തിട്ടുണ്ട്. അതേസമയത്ത് നമ്മുടെ ബ്ലൈൻഡ് ടീമിനാണെങ്കിൽ ഒരു പ്ലെയർ അവിടെ നോക്കായിരുന്നു. നമ്മുടെ എവോസാണ്. എവോസിനെ അവിടെ റിവ്യൂവിങ് കഴിഞ്ഞിട്ടുണ്ട്. എവോസ് ഇവിടെ ഹെൽത്ത് എടുത്തൊളിക്കാണ്. അപ്പുറത്തുള്ളത് നമ്മുടെ നോട്ട് ടീമും അതുപോലെ നമ്മുടെ DR ടീമുമാണ് ഓപ്പോസിറ്റുള്ളത്. അതേസമയം നമ്മുടെ ബ്ലൈൻഡ് ടീമിന് സോണിക്കാരായിട്ടുണ്ട്. അതിൽ അവർ കറങ്ങി സോണിക്കാരാനുള്ള പ്ലാനിങ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ സ്കൂബി അടിച്ചു. എക്സ്പെയിനെ നോക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂബി ഒരു രക്ഷയില്ലാത്ത AWM ഷോട്ടുകളാണ് സ്കൂബി അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും DRൻ്റെ പ്ലേയേഴ്സാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ സ്കൂബിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. എന്തായാലും സൈക്കോ എടുത്തതിനുണ്ട്. സൈക്കോ റിവൈവ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്കൂബിയാണ്. സ്കൂബിക്ക് ഇതുവരെ കിൽ ആക്ച്വലി ഒന്നുമില്ല, പക്ഷേ പുള്ളി കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് DRൻ്റെ പ്ലേയേഴ്സിനെയാണ്. അതേസമയം നമ്മൾ അടുത്ത സോണുകളിലേക്ക് വരുമ്പോൾ ബ്ലഡ് ടീമും വേഴ്സസ് ടീം നമ്പർ 13 അവിടെ അടിയെടുക്കാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് ഇവിടെ ഫ്ലെയറും ആക്ച്വലി ഒരു ടീം അടിച്ചിട്ടുണ്ട്. സോ എന്തായാലും ബ്ലൈൻഡിൻ്റെ സൈക്കോ കയറി വരുന്നുണ്ട്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് TOGയുടെ ടീമിലാണ്. TOG വേഴ്സസ് നോട്ട് ടീം ആയിരിക്കും നടക്കാൻ സാധ്യത. ടീം നമ്പർ 15. സോ എന്തായാലും ടീം നമ്പർ 15 ബ്ലഡ് ടീമാണ് അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലഡ്സിൻ്റെ പ്ലേയേഴ്സാണ് അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. TOGയുടെ പ്ലേയേഴ്സിന് ഇട്ടാണെന്ന് തോന്നുന്നത്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ TOGയുടെ ബെസ്റ്റിനെയാണ്. സോ എന്തായാലും TOGയുടെ റയാൻ ലൂയിസിലേക്ക് പോയിട്ട് റയാൻ ലൂയിസിയുടെ കവറിലാണ് നിൽക്കുന്നത്. ബ്ലഡ്സിൻ്റെ പ്ലേയേഴ്സ് ആക്ച്വലി വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. സോ എന്തായാലും ബ്ലഡ്സിൻ്റെ പ്ലേയേഴ്സിനെ അടിച്ചു. ഒരു പ്ലെയർ മേളിൽ നിൽക്കാൻ, ഒരു പ്ലെയർ വണ്ടിക്ക് എത്തിക്കാൻ പ്ലെയറിനെ അടിച്ച് നോക്കി ചെയ്തിട്ടുണ്ട്. സോ അടുത്ത പ്ലെയർ കയറി വരുന്നുണ്ട്. സോ എന്തായാലും അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പുള്ളി കവർ എടുത്തിട്ടുണ്ട്. സോ ആംഗ്രിയാണ്, ബ്ലഡ്സിൻ്റെ ആംഗ്രിയാണ്. അതേസമയത്ത് റോഗ് അവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. സോ എന്തായാലും കയറി പിന്നെ പുഷ് ചെയ്യാണെന്ന് തോന്നുന്നു. റയാൻ ലൂയിസിനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട് ഒരു പ്ലെയർ. സോ എന്തായാലും ലെഫ്റ്റിൽ നിന്ന് ഫ്ലാങ്ക് ചെയ്യുന്നത് നമ്മുടെ TOGയുടെ AJ തന്നെയാണ്. സോ എന്തായാലും TOGയുടെ AJ കയറി ചെല്ലുന്നുണ്ട്. അതുപോലെ നമ്മുടെ റയാൻ ലൂയിസും കയറി ചെല്ലുന്നുണ്ട്. സോ എന്തായാലും രണ്ടുപേരും ഇവിടെ TVP എടുത്തിരിക്കുകയാണ്. സോ എന്തായാലും ഒരു പ്ലെയർ കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്. ആംഗ്രി കയറി പോകുന്നുണ്ട്. ആംഗ്രി അടിച്ചു. ആംഗ്രി 1 HP ആണ്. ബ്ലഡ്സിൻ്റെ സ്റ്റോണിനെ അവിടെ അടിച്ചു. നോട്ടിൻ്റെ ലിപ്രോ അവിടെ നോക്കി ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഇവിടുന്നിട്ട് ഒരു പ്ലെയറിൻ്റെ കില്ല് എടുക്കാൻ നോക്കുന്നുണ്ട്. അതേസമയത്ത് അവിടെ ബെസ്റ്റ് കയറി ചെന്നിട്ട് ബെസ്റ്റ് നോട്ടിൻ്റെ പ്ലേസിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും വിക്സനെ അവിടെ അടിച്ച് നോക്കി ചെയ്തിട്ടുണ്ട്. വിക്സൻ്റെ കില്ലും ആക്ച്വലി ഇവിടെ എടുക്കുന്നതായിരിക്കും. എന്തായാലും നല്ലൊരു കളിയാണ് TOGയുടെ ടീം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 2 ടീം കിൽസ് ആക്ച്വലി ഇപ്പോൾ 3 ടീം കിൽസ് ആയിട്ടുണ്ട് അവർക്ക്. സോ എന്തായാലും നോട്ടിന് അവസ്ഥ ശോകമായിട്ടാണ് നിൽക്കുന്നത്. കാരണം നോട്ടിന് 2 പ്ലേയേഴ്സേ ഉള്ളൂ. എന്തായാലും ക്രിസിൻ്റെ DFSൻ്റെ ക്രിസ് അടിച്ചു. ഒരു എക്സ്പെയിനെ മോൾട്ടോവേറ്റ് അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. സോളോയ്ക്ക് ഇനി 3 പ്ലേയേഴ്സേ ഉള്ളൂ. ആക്ച്വലി നോട്ടിന് 3 പ്ലേയേഴ്സേ ഉള്ളൂ. എന്തായാലും നോട്ടിൻ്റെ പ്ലേയേഴ്സ് കയറി ചെല്ലുകയാണ് TOGയുടെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക്. സോ എന്തായാലും TOGയുടെ പ്ലേയേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം. TOGയുടെ പ്ലേയേഴ്സിൻ്റെ അടുത്തേക്കാണ് നോട്ടിൻ്റെ പ്ലേയേഴ്സ് കയറി ചെല്ലുന്നത്. നോട്ടിൻ്റെ സോളോയൊക്കെയാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കയറി ചെന്നു, അടിച്ചു. പോയിസൺ അവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. TOGക്ക് പോയിസൺ നഷ്ടമായിട്ടുണ്ട്. TOGക്ക് ഇനിയുമുള്ളത് AJ ആണ്. AJ ഇവിടുന്ന് ബാക്കിൽ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. AJ ഇവിടുന്ന് അടിച്ചു വെച്ചാൽ ലിഗിപ്രോ അവിടെ കവർ എടുത്തിട്ടുണ്ട്. 463 വേഴ്സസ് ഏരിയസ് നടക്കുന്നുണ്ട്. ഏരിയസിൻ്റെ സാധനത്തിന് അവിടെ നോക്കുകയാണെങ്കിൽ ജേസാൻ്റെ വെജിറ്റേ അടിച്ച് ഡോക്ടർ DFSനെ അവിടെ നോക്കി ചെയ്യുന്നുണ്ട്. ഫ്യൂരിയസിനെ അടിച്ചു. ഏരിയസിൻ്റെ സാംസണെയും ലിക്വിഡിനെ അവിടെ തീർക്കുന്നുണ്ട്. എന്തായാലും ഏരിയസിൻ്റെ ക്രൗസിൽ അവിടെ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് ഇവിടെ ജിറ്റിയാൻ്റെ അഫ്താബ് അടിച്ച് TOGയുടെ AJ നോക്കിയിട്ട് തീർക്കുകയും ചെയ്തു. എന്തായാലും TOGക്ക് ഇനി 2 പ്ലേയേഴ്സാണുള്ളത്. TOGയുടെ പ്ലേയേഴ്സ് കയറി ചെല്ലുന്ന പുഷ് ചെയ്യാൻ പോവുകയാണ് തോന്നുന്നതിലും. എന്തായാലും ഒരു മോൾട്ടോവ് വന്ന് വീഴുന്നുണ്ട്. മോൾട്ടോവ് റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. ആക്ച്വലി ഒരു കവറിലാണ് നിൽക്കുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീം നമ്പർ 10 നമ്മുടെ നോട്ട് ടീമാണ്. നോട്ടിൻ്റെ 2 പ്ലേയേഴ്സ് ആക്ച്വലി മേളിൽ നിൽപ്പുണ്ട്. എന്തായാലും നോട്ടിന് സോളോയും അതുപോലെ തന്നെ നോട്ടിൻ്റെ സ്പെക്ട്രയുമാണ് ഇവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്പെക്ട്ര ഇവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. സോ എന്തായാലും TOGയുടെ പ്ലെയർ അടിച്ചു. സോളോ നോട്ടിനെ അവിടെ നോക്കി ചെയ്യുന്നുണ്ട്. 2 പ്ലെയർ ലിഡ് പ്രോയും അതുപോലെ തന്നെ സ്പെക്ട്രയും. സോ എന്തായാലും സോളോയിൽ നോക്കുകയാണ്. ഒറ്റ പ്ലെയർ മാത്രം സ്പെക്ട്ര മാത്രമായിട്ട് മാറുന്നുണ്ട്. എന്തായാലും സ്പെക്ട്ര ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. എന്തായാലും സ്പെക്ട്രയ്ക്ക് മടികൾ വരുന്നുണ്ട്. സോ നിക്ക് അടിച്ചു. ജേസാറിൻ്റെ വിപുലിനെ അവിടെ നോക്കി ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഇവിടെ റിവൈവിങ് കഴിയുന്നുണ്ട്. അതേസമയം നമുക്ക് തിരിച്ച് നമ്മുടെ ജേസാറിൻ്റെ അടുത്തേക്ക് പോയിട്ടിടണം. കാരണം നമ്മുടെ ബ്ലൈൻഡ് വേഴ്സസ് ജേസാറാണ് നടന്നിരിക്കുന്നത്. നമുക്ക് നിക്കിൻ്റെ അടുത്തേക്ക് പോയിട്ടിടാം. അതേസമയത്ത് ഇവിടെ അവർക്ക് ഒരു പ്ലെയർ നഷ്ടമായിട്ടുണ്ട്. നഷ്ടമായ പ്ലെയർ നമ്മുടെ എക്സ്പെയിനാണ്. എന്തായാലും നമ്മുടെ നിക്ക് ഇവിടെ നോക്കുകയാണ്. നിക്കിനെ ഇവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈക്കോ. സോ ജേസാറിൻ്റെ പ്ലേസ് കയറി വരുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ നിക്കിനും അതുപോലെ തന്നെ സൈക്കോയ്ക്ക് ഹെൽത്ത് കുറവാണ്. അതേസമയത്ത് നമ്മുടെ ജേസാറിൻ്റെ വിപുൽ ഇവിടെ നോക്കായിട്ട് കിടക്കുകയാണ്. സോ എന്തായാലും ബ്ലൈൻഡ് നെവോസ് ഉണ്ട്. അതുപോലെ നമ്മുടെ
ഹിപ്പി DFS ഹിപ്പി ഇവിടെ കണ്ടിട്ടുണ്ട്. എവോസ് ഇവിടെ കിടന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. ഹിപ്പി വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. ഹിപ്പിക്കാണെങ്കിൽ 1 HP എന്ന് പറയാൻ പറ്റുന്ന ആക്ച്വലി ഹെൽത്ത് നല്ലോണം കുറച്ചിട്ടുണ്ടെന്നാലും വിപുലിൻ്റെ കില്ല് ഇവിടെ നൈസായിട്ട് നിക്ക് ഇറങ്ങിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട്. DFSൻ്റെ ക്രിസ്ത്യൻ ഡോക്ടറോട് കയറി വന്നു. ക്രിസ്ത്യൻ ഡോക്ടറിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. അവർ വണ്ടി ഇരുന്ന് തിരിച്ചും അടിക്കാൻ നോക്കുന്നുണ്ട്. സോ എന്താ ഡോക്ടറിനെ അവിടെ നോക്കിയിട്ടുണ്ട്. ക്രിസ് ഒറ്റ പ്ലെയർ മാത്രം ക്രിസ്റ്റിനെ ഇവിടെ അടിക്കാൻ നോക്കുന്നുണ്ട്. ക്രിസ് അവിടെ കവറിലാണ്. സോ ക്രിസിനെ അടിച്ചു. ക്രിസിനെ നോക്ക് ചെയ്തു. 2 പ്ലേയേഴ്സിനെ DFSൻ്റെ നോക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്ലെയർ മാത്രം ഹിപ്പി മാത്രമായിട്ട് DFSന് മാറുന്നുണ്ട്. അതിൽ ഹിപ്പി ഇവിടെ കവറിലാണ്. സോ ഹിപ്പിക്ക് ഇവിടെ റിവൈവ് ചെയ്യാൻ പോകുന്ന ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. സോ എന്തായാലും ഓപ്പോസിറ്റ് 4C3 പ്ലെയറിനെ കണ്ട് സ്വാറ്റ് കാറ്റിനെ കണ്ട് അടിക്കാൻ നോക്കി, പക്ഷേ റിസൾട്ട് ഉണ്ടാക്കിയില്ല. സോ എന്തായാലും ഡോക്ടറിൻ്റെ കില്ല് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ലെഫ്റ്റിൽ നിന്ന് അടിച്ചു. 4C3 പ്ലെയർ നോട്രട്രോ തീർത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തിട്ടുണ്ട്. DFS ടീമിനെ അവിടെ കംപ്ലീറ്റ്ലി വൈപ്പ് ആയിട്ടുണ്ട്. ഇനി അവിടെ നമുക്കുള്ള GTR നോട്ട് നമ്മുടെ ബ്ലൈൻഡ്. സോ ബ്ലൈൻഡ് ഇവിടുന്ന് വണ്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടീം നമ്പർ 21 അടുത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 21 നമ്മുടെ 4C3 ടീമാണ്. എന്തായാലും 4C3 പ്ലേയേഴ്സിൻ്റെ അടുത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4C3 നമ്മുടെ എവോസിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. എവോസാണ് ഇവിടെ വണ്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത്. സോ എന്തായാലും നൈസായിട്ട് ഇവിടെ വന്നിട്ട് വണ്ടി കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് എവോസ്. സോ എന്തായാലും എവോസിന് അടികൾ വന്നു. എവോസ് കവർ എടുത്തിട്ടുണ്ട്. സോ എവോസിൻ്റെ ഹെൽത്തൊക്കെ ഫുള്ളാണ്. സോ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്ന കാരണം പുള്ളി ഡ്രിങ്കൊക്കെ അടിച്ച് സെറ്റാണ് നിൽക്കുന്നത്. വണ്ടി അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും നൈസായിട്ട് നമ്മുടെ എവോസ് വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതേസമയത്ത് നമ്മുടെ ബ്ലൈൻഡും അതുപോലെ ബ്ലൈൻഡ് സൈക്കോ ഇവിടെ കവറിലാണ്. സൈക്കോയ്ക്ക് മടി കിട്ടി. ഹെൽത്ത് കുറച്ചുകൊണ്ട് എന്തായാലും നിക്ക് ഇവിടെ ഒരു MK ഒക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നോട്രറ്റോ ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. സോ എന്തായാലും നിക്ക് ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. എന്തായാലും നോട്രറ്റോ വേഴ്സസ് നിക്ക് അടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സൈക്കോ ആണെങ്കിൽ വീടിൻ്റെ അകത്താണ് നിൽക്കുന്നത്. സോ എന്തായാലും പ്ലേയേഴ്സ് നിൽക്കുന്ന ഒരു മോൾട്ടോവൊക്കെ വന്ന് നമ്മുടെ നിക്കിൻ്റെ അടുത്ത് വീടിട്ടുണ്ട്. അതിനൊക്കെ കവറിലാണ്. ആക്ച്വലി നോട്രറ്റോ തിരിച്ചടിക്കാൻ നോക്കി, പക്ഷേ നിക്ക് വീടിൻ്റെ മണ്ടയ്ക്ക് കയറി. സോ നിക്ക് കയറി ചേർന്നു. നിക്ക് കണ്ടു. നിക്കടിച്ചു. നിക്ക് നോട്രറ്റോ ഇവിടെ നോക്കി ചെയ്തിട്ടുണ്ട്. 4C3 3 പ്ലേയേഴ്സാണുള്ളത്. സോ എന്തായാലും നിക്നെറ്റോടെ ഹില്ലെടുക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും അസാസിനെ ഒന്ന് കറക്കി കയറുന്നുണ്ട്. അസാസിനെ അടിക്കാൻ നോക്കി. സോ എന്തായാലും സൈക്കോടെ കയറി ചെന്നിട്ട് 2 പ്ലേയേഴ്സ് അടിച്ചു. നിക്ക് അടിച്ചു. നിക്ക് അസാസിനെ അവിടെ നോക്കിയത്. സോ എന്തായാലും സൈക്കോ എവോസ് അവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. സോ എവോസ് ഫയർ സ്റ്റോമിൻ്റെ നോക്ക് ചെയ്തിട്ടുണ്ട്. സൈക്കോടെ നോക്കുകയാണെങ്കിൽ ഫയർ സ്റ്റോമിന് നോക്കാണ്. സോ എന്തായാലും നമ്മുടെ 4C3 അവസ്ഥ മോശമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും സൈക്കോ കയറി ചെന്ന് സ്പാറ്റർക്കിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. സോ എന്തായാലും എവോസാണ് ആക്ച്വലി കയറി ചെന്ന് അടിക്കാൻ നോക്കുന്നത്. സോ എന്തായാലും എവോസാണ് കയറി ചെന്ന് അടിക്കാൻ നോക്കുന്നത്. ആക്ച്വലി എന്തായാലും നിക്കും അതുപോലെ തന്നെ നമ്മുടെ സൈക്കോയും അവർക്ക് നഷ്ടമായിട്ടുണ്ട്. സോ സ്വാറ്റ് കാറ്റ് വേഴ്സസ് എവോസാണ് നടക്കാൻ സാധ്യത. എന്തായാലും 4C3 വേഴ്സസ് ബ്ലൈൻഡാണ് നടക്കുന്നത്. സോ എന്തായാലും അടിച്ചുകൊണ്ട് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എവോസ്. എന്തായാലും എവോസ് കവർ എടുത്ത് പോകുന്നുണ്ട്. എന്തായാലും നൈസായിട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. സോ എന്തായാലും ഒരു പ്ലെയർ സ്റ്റിൽ അവിടെ നോക്കായിട്ട് കിടക്കുകയാണ്. 4C3 വേഴ്സസ് ബ്ലൈൻഡിൻ്റെ ഒരു അടികളാണ് നടന്നിരിക്കുന്നത്. എന്തായാലും സ്വാറ്റ് കാറ്റ്സിനെ കണ്ടു. സ്വാറ്റ് കാറ്റ്സിനെ അടിക്കാൻ നോക്കി. സ്വാറ്റ് കാറ്റ്സ് തിരിച്ചും അടിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും സ്വാറ്റ് കാറ്റ്സിനെ അടിച്ചു നമ്മുടെ എവോസ്. ബ്ലൈൻഡ് തീർത്തിട്ടുണ്ട്. സോ അവർ കംപ്ലീറ്റ് വൈപ്പ് ചെയ്തിട്ടുണ്ട്. നോട്ടിൻ്റെ അടുത്ത് അടിക്കാനിക്കുന്നുണ്ട്. നോട്ടിനായി ഒരു പ്ലെയർ ഇവിടെ നോക്കായിട്ട് എടുക്കുകയാണ്. ലിപ്രോ ആണ് നോക്കായിട്ട് എടുക്കുന്നത്. ലിപ്രോ റിവൈവ് ചെയ്യാനായിട്ട് സോളോ വന്നിട്ടുണ്ട്. അതേസമയത്ത് നമ്മുടെ GTR ടീമാണ് ഓപ്പോസിറ്റ് ഉള്ളത്. GTRൻ്റെ 5C, GTRൻ്റെ അഫ്താബ്, GTRൻ്റെ ലക്കി അടങ്ങുന്ന GTR ടീമാണ്. സോ അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. എന്തായാലും സ്കൂബി DRനെ ഇവിടെ വണ്ടി അടിച്ചിട്ട് പൊട്ടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്കൂബി DRനെ നമ്മുടെ വണ്ടി പൊട്ടിയാണ് പുള്ളി നോക്കായത്. പക്ഷേ ആരാണ് നോക്ക് ചെയ്തതെന്ന് നമ്മൾ കാണിച്ചില്ല. അതേസമയത്ത് നമ്മുടെ FXൻ്റെ മുഹമ്മദ് ഇപ്പോൾ സ്റ്റിൽ സ്റ്റാൻഡിങ്ങിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. നമുക്കിനിയുള്ളത് 5 ടീമുകളാണ്. ബ്ലൈൻഡ്, നമ്മുടെ DR, അതുപോലെ നമ്മുടെ FX, അതുപോലെ നമ്മുടെ GTR, അതുപോലെ തന്നെ സോളോ. ആക്ച്വലി നോട്ട് അടങ്ങുന്ന എവിടെയാവും പോയോന്ന് ചോദിക്കുന്നുണ്ട്. സോ എന്തായാലും സോളോ നോട്ടിനെ അടിച്ചു നോക്ക് ചെയ്തിട്ടുണ്ട്. GTRൻ്റെ ലക്കിയാണ് നോക്ക് ചെയ്തേക്കുന്നത്. എന്തായാലും GTRൻ്റെ പ്ലേയേഴ്സ് കയറി പുഷ് ചെയ്യാൻ സാധ്യതകളുണ്ട്. സോ എന്തായാലും സ്പെക്ടറെ അടിക്കാൻ നോക്കുന്നുണ്ട്. സ്പെക്ടറുടെ ഹെൽത്ത് കൊടുത്തിട്ടുണ്ട്. ലീഡ് പ്രോ തിരിച്ചടിച്ചു. അഫ്താബിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ GTRൻ്റെ ലക്കി അടിച്ചു. ലക്കിയെ നോക്ക് ചെയ്തിട്ടുണ്ട്. GTR ഇനി 5C ഒറ്റ പ്ലെയറാണ്. 5Cയുടെ അവസ്ഥ എന്താണ് നോക്കണം. കാരണം 5C എടുത്തതിനാണ് നമ്മുടെ FXൻ്റെ മുഹമ്മദ് നിൽക്കുന്നത്. എന്തായാലും FXൻ്റെ മുഹമ്മദിനെ കണ്ടു. മുഹമ്മദിനെ അടിച്ചു. മുഹമ്മദിനെ തീർത്തിട്ടുണ്ട്. സോ FXൻ്റെ മുഹമ്മദിനാണ് നമ്മുടെ 5C തീർത്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ DR ടീം സ്റ്റിൽ സ്റ്റാൻഡിങ്ങിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. അതേസമയത്ത് നമുക്ക് ഇനിയുള്ളത് 3 ടീമുകൾ. എന്തായാലും നമ്മുടെ ബ്ലൈൻഡിൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. പുള്ളി ഇവിടെ തീർത്തിട്ടുണ്ട്. എന്തായാലും നോട്ടിനെ സ്പെക്ടർ അടിച്ച് GTRൻ്റെ ലക്കിയുടെ കില്ല് എടുത്തിട്ടുണ്ട്. എന്തായാലും അഫ്താബിൻ്റെ കില്ല് എടുക്കുന്നതായിരിക്കും. എന്തായാലും സ്മോക്ക് കേട്ടിട്ട് നമ്മുടെ GTRൻ്റെ 5C സോണിൽ കയറുന്നുണ്ട്. സോ DRൻ്റെ ഒരു പ്ലെയർ സ്റ്റിൽ നോക്കായിട്ട് എടുക്കുകയാണ്. സോ ഇഗ്നിസിനെ അവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. നോട്ട് ടീമാണ് നോക്കി എടുക്കുന്നത്. സോ എന്തായാലും നോട്ടിന് സോളോ ഇവിടെ നോക്കാണ്. സോളോ ഇവിടെ സ്പെക്ടർ ഇവിടെ റിവൈവ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ഇവിടെ സ്റ്റിൽ സ്റ്റാൻഡിങ്ങിൽ തന്നെ നിൽപ്പുണ്ട്. എന്തായാലും നമ്മുടെ DR ടീമിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ DR ടീമിൻ്റെ ഒരു പൊന്ന് OP ഷോട്ട് ജസ്റ്റ് മിസ്സായിട്ട് രക്ഷപ്പെട്ടു. എന്തായാലും GTRൻ്റെ അഫ്താബ് സോണിൽ പെട്ട് തീരുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ നോട്ട് ടീം സോണി കയറാനായിട്ട് എന്തായാലും നമ്മുടെ DR ടീം കയറി അടിക്കാൻ സാധ്യതയുണ്ട്. GTRൻ്റെ ഒറ്റ പ്ലെയർ 5C സ്റ്റിൽ സ്റ്റാൻഡിങ്ങിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. സോ എന്തായാലും ലിപ്രോയെ കണ്ടു അടിക്കുന്നില്ല. ആക്ച്വലി എന്തായാലും നമ്മുടെ ലിപ്രോയെ കണ്ടിട്ടുണ്ട് വീണ്ടും. സോ ലിപ്രോയെ അടിച്ച് നോക്കി ചെയ്തത് ലിൻസാണ് നോക്കി ചെയ്തേക്കുന്നത്. ലിൻസ് ഒരു പ്ലെയറിനെ തീർത്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ ലിൻസ് ആണ് ഒരു പ്ലെയറിനെ തീർത്തിട്ടുള്ളത്. എന്തായാലും നോട്ടിന് സോളോയും അതുപോലെ സ്പെക്ടർ 2 പ്ലേയേഴ്സ് അടുത്ത് ഇപ്പോൾ GTRൻ്റെ 5C ഒരു പ്ലെയർ ഇവിടെ വന്നിപ്പോൾ. സോ എന്തായാലും DRന് 3 പ്ലേയേഴ്സ്.
നോട്ടിന് 2 പ്ലേയേഴ്സ്, അതുപോലെ നമ്മുടെ GTRന് 5G ഒറ്റ പ്ലെയറാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3 തകർപ്പൻ ടീമുകൾ തമ്മിലുള്ള അടികളാണ്. സോ എന്തായാലും ലൈവ് കാണുന്ന മച്ചാന്മാർക്ക് നിങ്ങൾ ചാനൽ പുതിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, അതുപോലെ തന്നെ കമൻറ്റ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കുക. എന്തായാലും DRൻ്റെ 3 പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. സോഡിയൊക്കെ ലിൻസും അടുത്തടുത്താണ് നിൽക്കുന്നത്, അതുപോലെ നമ്മുടെ സ്കൂബി കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. സമയത്ത് നമ്മുടെ ഈ ആക്ച്വലി നോട്ടിൻ്റെ സ്പെക്ട്രയും നോട്ടിൻ്റെ സോളോയും ഒരുമിച്ച് ഇപ്പോൾ ഉണ്ട്. അതുപോലെ നമ്മുടെ GTRൻ്റെ 5C ഇവിടെ വന്നിട്ട് സൈഡിൽ കിടക്കുകയാണ്. സോ എന്തായാലും 3 ടീമുകളാണ് നമുക്കുള്ള, 3 ടീമും 6 പ്ലേയേഴ്സുമാണുള്ളത്. എന്തായാലും മോനെ സ്കൂബിയുടെ വക ഒപ്പി ഷോട്ട് സോളോ നോട്ടോടെ നോക്കുകയാണ്. എന്തായാലും സ്പെക്ടർ അടുത്ത് തന്നെ ഉണ്ട്, സ്പെക്ടർ അവിടെ റിവൈവ് ചെയ്യുന്നതായിരിക്കും. അതേസമയത്ത് സോളോ നോട്ട് സ്വന്തം മോൾട്ടോവയിൽ അവിടെ നോക്കായിട്ടുണ്ട്. എന്തായാലും സ്പെക്ട്രയും ആ മോൾട്ടോവയിൽ തന്നെ തീർത്തിട്ടുണ്ട്. GTRന് ഒറ്റ പ്ലെയർ, GTRൻ്റെ 5C ഒറ്റ പ്ലെയർ മാത്രമായിട്ട് നിൽപ്പുണ്ട്. GTR വേഴ്സസ് DR ആണ്. സോ എന്നാലും DRൻ്റെ പ്ലെയർ വണ്ടി വിട്ടടിക്കാൻ വന്നു, പക്ഷേ 5C അടിച്ചു. 5C ഒരു പ്ലെയറിനെ നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ 5C അവിടെ കിടന്നിട്ടുണ്ട്. എന്തായാലും ആ കില്ല് എടുത്ത് കഴിഞ്ഞാൽ 5Cക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് ചെയ്യുന്നത്. 5C ആ കില്ല് കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും DRൻ്റെ ബാക്കി പ്ലേയേഴ്സ് കയറിയിട്ടുണ്ട്. DRൻ്റെ 2 പ്ലേയേഴ്സാണ് ഓപ്പോസിറ്റ് ഉള്ളത്. എന്തായാലും 5C ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. 5Cക്ക് ഹെൽത്ത് എടുക്കുന്നുണ്ട്. 5C ഹെൽത്ത് എടുക്കുന്നുണ്ട്. സോ 1 vs 2 സിറ്റുവേഷനിൽ ഞാനിവിടെ വന്നു വീണ്ടും AK ഇട്ടടിച്ചു, പക്ഷേ 5C തീർത്തു നമ്മുടെ DRൻ്റെ സ്കൂബി. സോ നമ്മൾ DR ടീം ഇന്നത്തെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിട്ടുണ്ട്. DRൻ്റെ എഗ്ലിസ്, DRൻ്റെ സോഡിയാക്ക്, DRൻ്റെ സ്കൂബി, DRൻ്റെ ലിൻസ് അടങ്ങുന്ന DR ടീമാണ് ചിക്കൻ ഡിന്നർ കൊണ്ടുവരിക്കുന്നത്. അവർക്ക് ടോട്ടൽ ടീം കിൽസ് 4 അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തേക്ക് GTR ടീമാണ്. GTRൻ്റെ അഫ്താവിന് ഒരു കില്ലും, അതുപോലെ തന്നെ 5Cക്ക് 6 കില്ലുമാണുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തേക്ക് നോട്ട് ടീമാണ്. നോട്ടിൻ്റെ ലീഡ് പ്രോയ്ക്ക് 7 കില്ലും, നോട്ടിൻ്റെ സ്പെക്ട്രയ്ക്ക് 2 കില്ലും, നോട്ടിൻ്റെ സോളോയ്ക്ക് 2 കില്ലും, അതുപോലെ നോട്ടിൻ്റെ വിക്സൺ 1 കില്ലുമാണുള്ളത്. സോ 7 കില്ലെടുത്ത നമ്മുടെ 7 കില്ലല്ല ആക്ച്വലി നമ്മുടെ ബ്ലൈൻഡിൻ്റെ നിക്കിന് 8 കില്ലുണ്ട്. ആക്ച്വലി പുള്ളി തന്നെ ആയിരിക്കും MVP ആവാൻ സാധ്യത. സോ എന്തായാലും 4മത്തേക്ക് നമ്മുടെ FX ടീമാണ്. FXനാണെങ്കിൽ ആക്ച്വലി കില്ലൊന്നുമില്ല. അതുപോലെ തന്നെ 5മത്തേക്ക് നമ്മുടെ ബ്ലൈൻഡ് ടീമാണ്. ബ്ലൈൻഡിൻ്റെ എക്സ്പെയിന് 3 കില്ല് ആക്ച്വലി, അതുപോലെ തന്നെ ബ്ലൈൻഡ് എക്സ്പെയിന് 3 കില്ല്, സൈക്കോയ്ക്ക് 4 കില്ല്, എവോസിന് 2 കില്ല്, നിക്കിന് 8 കില്ലാണുള്ളത്. എന്തായാലും 6മത്തേക്ക് നമ്മുടെ 4C3 ടീമാണ്. സിബി ബ്രോ പോളി കമൻട്രി എന്ന് പറയുന്നുണ്ട്. AP ക്രേസി ബ്രോ വെൽക്കം ടു സ്ട്രീം, താങ്ക് യു ഫോർ സപ്പോർട്ട് ബ്രോ, താങ്ക് യു സോ മച്ച്. സോ എന്തായാലും 6മത്തേക്ക് 4C3 ടീമാണ്. സോ 4C3യുടെ സ്വാറ്റ് ക്യാറ്റ്സിന് 1 കില്ലും, അതുപോലെ തന്നെ ഫയർ സ്റ്റോമിന് 3 കില്ലും, അതുപോലെ തന്നെ അസാസിന് 1 കില്ലും, അതുപോലെ തന്നെ നോട്ട് റെട്രോ പുള്ളിക്ക് 1 കില്ലുമാണുള്ളത്. എന്തായാലും 7മത്തേക്ക് നമ്മുടെ DFS ടീമാണ്. DFSൻ്റെ വീക്കിന് 3 കില്ല്, DFSൻ്റെ ക്രിസിന് 1 കില്ല്, DFSൻ്റെ ഹിപ്പിക്ക് 2 കില്ലുമാണുള്ളത്. 8മത്തേക്ക് TOG ടീമാണ്. TOGക്കാണെങ്കിൽ നമ്മുടെ AJക്ക് 2 കില്ലും, അതുപോലെ തന്നെ ബസ്റ്റർ നമ്മൾ ലയൻ ലൂയിസിന് ഓരോ കില്ല് വെച്ചുകൊണ്ട്. 9മത്തേക്ക് നമ്മുടെ JSR ടീമാണ്. JSRന് ആക്ച്വലി കില്ലൊന്നുമില്ല. 10മത്തേക്ക് നമ്മുടെ ARS ടീമാണ്. ARSന് കില്ലൊന്നുമില്ല. 11മത്തേക്ക് നമ്മുടെ ബ്ലഡ്സാണ്. ബ്ലഡ്സിനാണെങ്കിൽ ഹാർഡിക്ക് മാത്രം 1 കില്ലുണ്ട്. അതുപോലെ തന്നെ 12മത്തേക്ക് നമ്മുടെ റുക്സ് ടീമാണ്. റുക്സിനാണെങ്കിൽ ഗണേഷിന് 1 കില്ലുണ്ട്. 13മത്തേക്ക് നമ്മുടെ ഇഗ്നൈറ്റ് ടീമാണ്. സോ ഇഗ്നൈറ്റിലാണെങ്കിൽ നമ്മുടെ ടെവറസിന് 1 കില്ലുണ്ട്. സോ 14മത്തേക്ക് റീകോൽ ടീമാണ്. അവർക്ക് കില്ലൊന്നുമില്ല. 15മത്തേക്ക് നമ്മുടെ ഫ്യൂരി ടീമാണ്. അവർക്ക് കില്ലൊന്നുമില്ല. 16മത്തേക്ക് റുക്സിന് ഒരു പ്ലെയറാണ്. എന്തായാലും പുള്ളിയുടെ കില്ല് കൗണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. 17മത്തേക്ക് നമ്മുടെ FNOR ടീമാണ്. സോ FNORന് കില്ലൊന്നുമില്ല. എന്തായാലും 17മത്തെ പൊസിഷനിലുള്ള ആൾക്ക് 16മത്തെ പൊസിഷനിലുള്ള ഇത് റിസൾട്ട്, അതായത് മാർക്ക് കൊടുക്കുന്നതായിരിക്കും. റെയ്ഡ് നടത്തുന്ന വല്ലതും അറിഞ്ഞു? റെയ്ഡോ എവിടെ? ഈഗിൾ റെയ്ഡോ? പൊന്നെ സത്യം? താങ്ക് യു സോ മച്ച് ബ്രോ, ഈഗിൾ ബ്രോ, താങ്ക് യു സോ മച്ച്. ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. ഞാൻ കമൻട്രി ആക്ച്വലി പെട്ടെന്ന് ഫൈനൽ സോണാകുമ്പം ലൈവ് വരുമ്പോൾ എൻ്റെ പൊന്നെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഈഗിൾ ബ്രോ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഈഗിൾ ബ്രോ. താങ്ക് യു ഇന്ത്യൻ ഈഗിൾ, താങ്ക് യു സോ മച്ച് ബ്രോ. നിങ്ങളെപ്പോലുള്ള വലിയ യൂട്യൂബറൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നത് തന്നെ വലിയ കാര്യമാണ്. സോ എൻ്റെ കൂടെ റെയ്ഡ് കൂടെ തന്നെ താങ്ക് യു സോ മച്ച് ടു ഈഗിൾ ഗെയിമിംഗ് ആൻഡ് ബിഗ് ഷൗട്ട് ഔട്ട് ടു ഈഗിൾ ഗെയിമിംഗ്. വെൽക്കം ബ്രോ, വെൽക്കം ടു സ്ട്രീം. എൻ്റെ കിളി പോയി. നാളെ ഇൻഡോർ റൂം എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട് ബ്രോ, നാളെ ഉണ്ട് ബ്രോ, നാളെ ഉണ്ട്. രാത്രി 10 മണിക്ക് 11 മണിക്കാണ്. ഈഗിൾ ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം. സോറി. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ഇതിലായിരുന്നു, അതുകൊണ്ടാണ്, ക്ഷമിക്കണം, സോറി. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു. എനിക്ക് വാക്കളൊന്നും കിട്ടുന്നില്ല, നാക്കൊക്കെ കുഴയുന്നു. താങ്ക് യു സോ മച്ച് ബ്രോ. ഒരുപാട് സന്തോഷം ഈഗിൾ ബ്രോ, താങ്ക് യു സോ മച്ച്. വലിയൊരു സർപ്രൈസ് ആയിപ്പോയി ഈഗിൾ ബ്രോ, താങ്ക് യു സോ മച്ച്. കാരണം എന്താ വെച്ചാൽ നമ്മളതും ഒരു മനുഷ്യൻ അറിയാത്തൊരു യൂട്യൂബറാണ്. സോ എന്തായാലും നിങ്ങളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് വലിയ കാര്യം. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. അങ്ങനത്തെ ഈഗിൾ ബ്രോയ്ക്ക് വേണ്ടി വന്ന എല്ലാ മച്ചാന്മാർക്കും ഒരുപാട് നന്ദി. സോ എന്തായാലും റിസൾട്ട് എടുത്തിട്ട് നമ്മുടെ റൂം എടുത്തിരിക്കുകയാണ്. നമുക്ക് നാളെ രാത്രി 10 മണിക്കും നമ്മുടെ ഫൈനൽ മാച്ച് ഉണ്ടായിരിക്കും. അതിൽ നമ്മുടെ ഇന്ത്യൻ ടീം ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാം വന്നിട്ട് ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. ഈഗിൾ ബ്രോയ്ക്ക് വേണ്ടി റെയ്ഡിന് വന്ന ടീമുകളെല്ലാം വന്നിട്ട് പ്ലേയേഴ്സ് ആക്ച്വലി PUBG ഇഷ്ടപ്പെടുന്നവരെല്ലാം വന്നിട്ട് അത് കണ്ടവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 11 മണിക്കും ഫൈനൽ മാച്ച് ഉണ്ടാകുന്നതായിരിക്കും. നമ്മുടെ ഈഗിൾ ഉയർന്നു പറയുന്നുണ്ട്. പിന്നല്ല ഈഗിൾ ശങ്ക്, താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ടു ഈഗിൾ ബ്രോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്.
താങ്ക് യു ഫോർ ദ റൈഡ് ബ്രോ. ഒരുപാട് നന്ദിയുണ്ട്. വലിയ സന്തോഷം ബ്രോ. ഫസ്റ്റ് റൈഡാണ്. So എന്തായാലും thank you all for watching my live, and thank you Eagle bro for the raid, and thank you so much bro. Actually ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം, സോറി. ഞാൻ ഈ എന്താ പറയുക, കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു, റൂം ഹോസ്റ്റിങ്ങിൻ്റെ ഒക്കെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. സോ എന്തായാലും നമ്മുടെ ലൈവ് ഇവിടെ തീരുകയാണ്. സോ എന്തായാലും ദിസ് ഇസ് ബൈ ഫ്രം സിബിൻ, ബൈ ഫ്രം ബ്രദേഴ്സ് ഇൻ ആം ക്ലാൻ പ്രസൻസ് ബ്രദേഴ്സ് ഇൻ ആം ചാമ്പ്യൻ ലീഗ്. ഗുഡ് നൈറ്റ് ഗൈസ്.